നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമുക്ക് ദൂരെ 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 ഒരു നാട്ടിൽ ഒരു ഭാരതം എന്നൊരു പേരുള്ള ഒരു നാടുണ്ട്. ആ നാട് നമ്മൾക്ക് തന്ന അഭയത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇവിടെ ചോറും അവിടെ കൂറുമുള്ള രീതിയിൽ ഇവിടെ പാകിസ്ഥാൻ DNA പേറി നടക്കുന്ന ഒരുപാട് സുഡാപ്പികൾക്ക് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, എന്റെ രാജ്യം ഭാരതത്തെ അവിടെ പഠിപ്പിക്കുന്നു. അവരുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്ന് പോലും അറിയാതെ ഇവിടെ ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിലായി മാറിയ കേരളത്തിൽ കിടന്ന് കുരയ്ക്കുന്ന ആ തെരുവ് പട്ടികൾക്കുള്ള മറുപടിയായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഷ ഉപയോഗിക്കുന്നത്. അഖില എന്നോട് ക്ഷമിക്കുക, നമ്മുടെ അഖില ഇസ്രായേലിൽ നിന്ന് നമ്മുടെ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല. അവിടെ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ, നമ്മുടെ ഭാരതത്തിന്റെ സഹോദര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതാ ഓടിയൊളിച്ചു, എല്ലാത്തിനും പരിപാടി തീരി കൊളുത്തിയിട്ട് അയാളുടെ ജീവനും കൊണ്ട് ഓടിയൊളിച്ചെന്ന് പറഞ്ഞ് പച്ച നുണ പ്രചരിപ്പിക്കുന്ന ജിഹാദികൾക്കും ആ ജിഹാദികളുടെ അമേദ്യം ഈ ചോക്ലേറ്റ് പോലെ നുണഞ്ഞിറക്കുന്ന ഇവിടത്തെ മാധ്യമങ്ങൾക്കുമുള്ള മറുപടിയാണ്. എന്താണ് അഖില, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് അഖില ഈ ഒരു വിഷയത്തെ കാണുന്നത്? അവിടെ നിങ്ങളൊക്കെ ഓടി ഒളിക്കുകയാണോ? നിങ്ങളുടെ അന്നം തരുന്ന നാടിന്റെ പ്രധാനമന്ത്രി ഓടി ഒളിച്ച് എവിടേക്കോ പോയി എന്നൊക്കെയാണ് വാർത്ത. എന്താണ് അവിടുത്തെ ഇപ്പത്തെ ഒരു സ്ഥിതിഗതികൾ? മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. അങ്ങനെ ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അത്രയും പ്ലസന്റ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തോടുള്ള വിശ്വാസത്തിൽ ഒന്നുകൊണ്ട് ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടെ സ്ഥിതിഗതികൾ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വളരെ ആശങ്ക നിറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. അതായത് മിസൈലുകൾ വരുന്നുണ്ട്. തീർച്ചയായും ആ ഒരു സമയത്ത് നമുക്ക് സേഫ്റ്റി റൂൾസ് ഉണ്ട്. ആ സേഫ്റ്റി റൂൾസ് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ഒരു സമയത്തേക്ക് നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ നോർമൽ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾക്ക് വൻതോതിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. അതായത് ജൂൺ 13-ാം തീയതി നമുക്ക് ആദ്യമായിട്ട് 300-ലധികം മിസൈലാണ് അവർ ഇസ്രയേലിലേക്ക് നേരെ തൊടുത്തുവിട്ടത്. അതിനുശേഷം ജൂൺ 14-ാം തീയതി നോക്കുവാണെങ്കിൽ 100 മിസൈലാണ് വന്നത്. 15-ാം തീയതി നോക്കുവാണെങ്കിൽ 75 മിസൈലും 16-ാം തീയതി 30 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തില് നല്ലോണം ഒരു പേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഓരോ ദിവസവും വളരെ കുറഞ്ഞ രീതിയിലാണ് മിസൈല് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത്, അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കമാൻഡോസിനെയും ഇസ്രായേൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കയറി അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അവരുടെ ആണവ നിലയങ്ങളൊക്കെ തന്നെ തകർത്തിട്ടുണ്ട്. ടെഹ്റാൻ നിന്ന് കത്തുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വാർത്താ ചാനലുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരെയും നമ്മൾ മിസൈല് തൊടുത്തു വിട്ടിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, അവിടുത്തെ സിവിലിയൻസിനെ നമ്മൾ തൊട്ടിട്ടില്ലെന്നുള്ള കാര്യമാണ്. അത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒളിച്ചു വെച്ചിട്ടാണ് പല വാർത്തകളും പുറത്തുവിടുന്നത്. നമ്മൾ സാധാരണ, അതായത് നമ്മളെന്ന് ഞാൻ ഉറച്ചു പറയുന്നത് ഈ രാജ്യത്തോടുള്ള എന്റെ വിശ്വാസം കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത്രത്തോളം ലൈഫിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് സാധാരണ സിവിലിയൻസിനെ ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. അവരുടെ കമാൻഡോസിനെയും അവരുടെ ആണവ നിലയങ്ങളും, കാരണം ഇസ്രായേലിന് നേരെ ഭീഷണി ഉതിർക്കുന്ന എന്തിനേയും നമ്മൾ, അവരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാവുന്ന എന്തിനേയും നമ്മൾ നിലനിർത്തേണ്ട കാര്യമില്ല. അപ്പം തീർച്ചയായിട്ടും അവര് യുറേനിയം കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവര്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ രാജ്യത്തിന് അത് ഭീഷണിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവരുടെ ആണവ നിലയം 2 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യുറേനിയം ആണവത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം, അണുവായുധ പദ്ധതികൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യണം, നമ്മൾ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവര് വീണ്ടും ആ കൺസംഷൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തത്. ഇപ്പൊ നമുക്കറിയാം, അവിടുത്തെ സാധാരണ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു ഇടം തന്നെയാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ മറ്റൊരുപാട് രാജ്യങ്ങളിലുണ്ട്. പക്ഷെ ഒരുപാട് രാജ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മളിത് എടുത്തെടുത്ത് പറയുന്നത് ഇസ്രായേൽ നമ്മുടെ ഇന്ത്യക്കാർക്ക്, മലയാളികൾ എന്ന് വിടാം, ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോ അങ്ങയുടെ വീഡിയോ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങ് നിരന്തരം വീഡിയോ ചെയ്ത ഒരാളായിട്ട് പോലും എന്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം പെട്ടത്. അതിൽ ക്ഷമ ചോദിക്കുകയാണ്, കാണാൻ വൈകിയതിൽ. കാരണം ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. അങ്ങയുടെ ആ ഒരു ഫയർ തിരിച്ചറിഞ്ഞത് കൊണ്ട്
തന്നെയാണ് നമ്മൾ രാവിലെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു നിരന്തരം വീഡിയോ ചെയ്യണം എന്നുള്ളത്. കാരണം ഇവിടെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രം പ്രതികരിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം ഇന്ന് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാർ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോഴെങ്കിലും ഈ നാട്ടിൽ ഇന്നും കണ്ണും കാതും തുറക്കാതെ രാഷ്ട്രീയ അടിമകളും ജാതി മത അടിമകളുമായി കഴിയുന്ന ഇവിടത്തെ ഒരു വലിയ ജനവിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി നിങ്ങളെ പോലത്തെ ആളുകൾ നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരണം. എങ്ങനെയാണ് അവരുടെ ഇന്ത്യക്കാരോട് മറ്റുള്ള രാജ്യക്കാരോട് എല്ലാവരോടും അവർ കാണിക്കുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും ഭാരതം എന്ന് പറയുന്ന അവരുടെ ഒരു സഹോദര രാജ്യം, ആ ഒരു സാഹോദര്യം ശരിക്കും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ, അവിടെ ജോലി ചെയ്യുന്നവരാണ്. കാരണം പണ്ടൊക്കെ ഞാനൊക്കെ വിദേശത്ത് പോയ സമയത്ത് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പുച്ഛമുണ്ടായിരുന്നു. ആ പുച്ഛമൊക്കെ മാറിക്കൊണ്ട് ഇന്ന് എല്ലാ രാജ്യങ്ങളിൽ പോകുമ്പോഴും കിട്ടുന്ന നമുക്കൊരു സ്ഥാനം, അത്തരത്തിലുള്ള സ്ഥാനം ഇസ്രയേലിലാവുമ്പോ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഫീൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇസ്രയേൽ ജനത ഭാരതത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്. അതിന് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രയേൽ എന്ന് പറയുന്ന ആ മഹാരാജ്യം ഭാരതത്തെ പറ്റി പറയുന്ന കാര്യം വളരെ ശക്തമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ കുഞ്ഞു മക്കളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളുടെ പാഠപുസ്തകത്തിൽ അവർ പറയുന്നതാണ്, അങ്ങ് ദൂരെ ഭാരതം എന്നൊരു രാജ്യമുണ്ട്. അതായത് നിലവിളക്ക് പോലെ പവിത്രമായ ഒരു രാജ്യം. ആ രാജ്യത്തില് ഒരു പറ്റം നല്ല ജനങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തി അതിഥി ദേവോ ഭവ എന്ന മന്ത്രവുമായിട്ട് നമുക്ക് അഭയം തന്നൊരു രാജ്യം. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോട്, അതായത് ഇന്ത്യയോട് കൂടി യുദ്ധം ചെയ്യാൻ വരുന്ന ഏതൊരു രാജ്യവും ഇസ്രയേലിനോട് കൂടി തന്നെ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുക. അത്രത്തോളം നമ്മുടെ ഭാരതത്തെ ഇസ്രയേൽ രാജ്യം ചേർത്ത് നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ, കേരളത്തിലെ കൊച്ചിയിൽ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജൂത തെരുവുണ്ട്. അതായത് ഇവരുടെ പള്ളിയെ ഇവർ വിശേഷിപ്പിക്കുന്നത് സിനഗോഗ് എന്നാണ്. അവിടെ വളരെ വലിയ ഒരു സിനഗോഗ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരുപാട് ജൂത ആൾക്കാർ, ജൂത സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവിടുന്ന്, അതായത് ഇന്ത്യയിൽ ഒരുപാട് വർഷം താമസിച്ചതിന് ശേഷം അവിടുത്തെ ജൂത സമൂഹത്തിൽപ്പെട്ട ആളുകൾ തിരിച്ച് ഇസ്രയേലിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മലയാളി ജൂത സമൂഹമുണ്ട്. അവർക്ക് മലയാളം നന്നായിട്ട് അറിയും. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ കാണാറുണ്ട്. അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ കറിവേപ്പില യൂസ് ചെയ്യുന്നത്. ഇവിടെ കറിവേപ്പില ഒന്നും ഇല്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് അവര് നാട്ടിൽ നിന്ന് ഇവിടെ കറിവേപ്പില കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നുണ്ട്. വാഴ, അതുപോലെ തന്നെ ചേമ്പ്, ചേന, കാച്ചിൽ, ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ലഭ്യത കുറവ് ഭയങ്കരമായിട്ടുണ്ട് പല സാധനങ്ങളും നമ്മുടെ നാട്ടിലെ. അപ്പൊ അവര് നമുക്ക് വേണ്ടി കൃഷി ചെയ്തിട്ട് പറയാണ്, ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ കേട്ടോ ചെയ്യുന്നത്, നിങ്ങൾക്കില്ല ആവശ്യാനുസരണം നമ്മളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യുന്നുള്ളൂ. ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അവര് ഇതെല്ലാം ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പൊ അത്രത്തോളം നമ്മളെ അവര് ചേർത്ത് നിർത്തുന്നുണ്ട്. അത്ര ഇപ്പൊ സ്നേഹമാണ് നമുക്കറിയാം നമ്മുടെ നാടിന്റെ ആ ഒരു കൾച്ചർ. ഇവിടുത്തെ ഇപ്പൊ അഖിലയുടെ വീഡിയോയിൽ പറയുന്ന ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഭാരതത്തിന്റെ ഉപ്പും ചോറും എന്റെ ഭാഷയിൽ തിന്നുകൊണ്ട് എന്ന് ഞാൻ പറയാറില്ല, നക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന തെരുവ് പട്ടികൾ. ആ വിഭാഗം ആര് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ കമന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ വിഭാഗത്തിന്റെ ആ ഒരു ചിന്ത എവിടെ കൊണ്ടെത്തിക്കും നമ്മുടെ നാടിനെ? എവിടേക്കാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക കൊടും ഭീകര രാജ്യം, രാജ്യം, തെമ്മാടി രാഷ്ട്രം. ആ രാഷ്ട്രം നമ്മുടെ 26 സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ തുണി പൊക്കി നോക്കി, മതം നോക്കി വെടിവെച്ച് കൊന്ന സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രീതിയിൽ ഭാരതം തിരിച്ചടിച്ച സമയത്ത്, ഈ പാകിസ്ഥാൻ ഈ പറയുന്ന ഭീകര രാഷ്ട്രത്തിലുള്ള ഒരു കളിക്കാരൻ, അയാൾ ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയാണ് തോറ്റത്, പാകിസ്ഥാനാ ജയിച്ചത്, സിന്ദൂർ എന്നൊന്നുമല്ലെന്ന് പറഞ്ഞ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, അയാൾക്ക് സ്വീകരണം കൊടുക്കാനും വളരെയധികം പൊക്കിക്കൊണ്ട് നടത്തിയ മലയാളികൾ, ഇന്ന് ലോകത്തിന് തന്നെ അപമാനമായി നിൽക്കുന്ന മലയാളികൾ. ഈ മലയാളികൾ എന്താണ് ഇങ്ങനെ, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ലോകത്തിന് മുൻപിൽ നമുക്ക് വരുത്തുന്ന നാണക്കേട്? അതിന്റെ ഒരു വ്യാപ്തി എങ്ങനെയാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ വരിക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായിട്ട് വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള കുറച്ച് ഒരു പറ്റം ജന്തുക്കളെന്ന് ഞാൻ പറയും. അവര് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഈ ഭാരതം എന്ന രാജ്യത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അവരിന്ന് വരുത്തുന്നത്. ലോക രാജ്യങ്ങള് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെ നോക്കി കാർക്കിച്ച് തുപ്പേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപറ്റം സമൂഹം പ്രതികരിച്ചേ പറ്റൂ. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കള് ജീവിച്ച് വളരേണ്ട ഇതാണ്. നമ്മുടെ ഭാരത സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം ജനതയുണ്ട്.
ആ ജനതയ്ക്ക് നാളെ തുറന്ന് സംസാരിക്കണമെങ്കിൽ ഇവരെയൊക്കെ പേടിച്ച് ഇന്ന് വീട്ടിനകത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. വളരെ ന്യൂനപക്ഷത്തിലിരുന്ന ഈ മതസമൂഹം ഇന്ന് ഭൂരിപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മതമാണെന്ന് ഞാൻ പറയേണ്ടത്, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ? ആ ഈ ന്യൂനപക്ഷത്തിൽ നിന്നും ഭൂരിപക്ഷത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുക. നമ്മളായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് വെട്ടിച്ചുരുക്കി നമ്മൾ ന്യൂനപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അവരെ അടിച്ചൊതുക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. തന്റെ ഇടമായിട്ട് തുറന്നു പറയുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുകയും വീട് കയറി ആക്രമിക്കുകയും ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു ലൈവ് പോസ്റ്റിൽ വന്നിട്ട് ആരെയും ദ്രോഹിക്കാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എന്നെ മതപ്രീണനം നടത്തുന്ന ഒരു പറ്റം ജനങ്ങള്. ഇത് എങ്ങോട്ടാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കുഞ്ഞു മക്കൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാരത രാഷ്ട്രത്തിന്റെ സംസ്കാരം മറ്റ് പല രാജ്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ പോയി ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം അഭിമാനത്തോടെ. ഇന്നിപ്പോ ഈ ഇസ്രായേൽ മണ്ണിലിരുന്ന് എന്റെ ഭാരതത്തെ പറ്റിയിട്ട് എനിക്ക് ഇന്ന് അഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റുന്ന പോലെ നാളെ എല്ലാ കുഞ്ഞു മക്കൾക്കും പല രാജ്യത്തും പോയിട്ട് എന്റെ ഭാരതം എന്ന് നെഞ്ചോട് ചേർത്ത് പറയണമെങ്കിൽ ആ ഭാരതം ഇന്ന് തിരുത്തി എഴുതേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഹിന്ദു ക്രിസ്ത്യാനി തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ ആരെയും വേർതിരിച്ച് കാണുന്നില്ല, മനുഷ്യരെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷെ പ്രത്യേക ഒരു സമൂഹത്തിലുള്ള വിഭാഗക്കാർ മാത്രം, അവര് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയെന്ന് കരുതുന്നത് എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് ഇത് മാറ്റം വരാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു കട തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടയിൽ ആര് ജോലി ചെയ്യുന്നു എന്നോ ആ കടയിൽ ഉള്ള ഏത് മതസ്ഥരാണെന്നോ നമ്മൾ നോക്കാറില്ല. നമ്മൾ പോയി സാധനം വാങ്ങി തിരിച്ചു വരുന്നു. പക്ഷെ ഒരു പറ്റം മതത്തിലുള്ള ആൾക്കാർ അവരുടെ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കത്തുള്ളൂ. അവര് മാത്രം ഇവിടെ ബിസിനസ് ചെയ്താൽ മതി, അവരുടെ ഉന്നമനം മാത്രം നമ്മുടെ രാജ്യം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളർന്നു വരുന്ന പുതിയ തലമുറയെ അത്യന്തം വഷളാക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാരതം എന്ന അഭിമാനത്തോടെ പറയുന്ന ആൾക്കാർ നാളെ ഭാരതം എന്ന് പറയുമ്പോൾ നാണിച്ച് നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ആരാധ്യനായ മനുഷ്യൻ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഭാരതം ആ ഒരു രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇനി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നമുക്കറിയാം, അഖില പറഞ്ഞ പോലെ തന്നെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഇപ്പൊ സത്യത്തിൽ ഒരു ഇറ ആയിട്ട് കാലഘട്ടമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. നരേന്ദ്രമോദിജിക്ക് മുൻപും നരേന്ദ്രമോദിജിക്ക് ശേഷവും എന്ന രീതിയിലേക്ക് ഭാരതത്തിന്റെ വളർച്ചയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിജിക്ക് മുൻപ് ഏകദേശം 6.5 പതിറ്റാണ്ട് 65 വർഷമാണ് നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയ പേക്കൂത്തുകൾ നടത്തുന്ന കോൺഗ്രസ്സുകാർ അവർ ഭരിച്ചു മുടിപ്പിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 65 വർഷം ഭരിച്ച അവർ മുടിപ്പിച്ചതിനെ ആദ്യം അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി എടുക്കാൻ തന്നെ നരേന്ദ്രമോദിജിക്ക് ഒരുപാട് സമയം വന്നു. എന്നിട്ടും ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 5ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 4ാം സ്ഥാനത്തേക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നിലയിൽ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ 4ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നത് നമ്മൾ കണ്ടു. വെറും 11 വർഷങ്ങൾ എന്ന് പറയുന്ന തുച്ഛമായിട്ടുള്ള വർഷങ്ങളാണ് നമ്മൾ ഇതിനെടുത്തത്. അപ്പോൾ ഈ 2 കാലഘട്ടങ്ങൾ തിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിജിക്ക് മുൻപും നരേന്ദ്രമോദിജിക്ക് ശേഷവും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്ന, നിങ്ങളൊക്കെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഫീൽ ചെയ്യുന്ന അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്കറിയാം, നാപ്കിന്റെ ഏറ്റവും തുച്ഛമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നാപ്കിൻ എന്ന വാക്ക്. 1 രൂപ 2 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് വാങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവം തന്നെയാണ് എന്ന് പറയേണ്ടതില്ല. അത്തരത്തിൽ 1 രൂപയ്ക്ക് നാപ്കിൻ കൊടുക്കുന്നത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ ഓരോ നേട്ടങ്ങളിലും നരേന്ദ്രമോദിജിയുടെ ആ കൈപ്പാട് പതിഞ്ഞിട്ടുള്ള അതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അഖില പ്രതികരിക്കുക? നമ്മൾ കാലഘട്ടത്തെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് BC അല്ലെങ്കിൽ AD എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ തരംതിരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആ കാലഘട്ടത്തെ നമ്മൾ നരേന്ദ്രമോദിജിക്ക് മുൻപും നരേന്ദ്രമോദിജിക്ക് ശേഷവും എന്ന് പറഞ്ഞിട്ട് കാലഘട്ടം നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയേണ്ടത് നാരീശക്തി തന്നെയാണ്. അതായത് നമുക്ക് നേരത്തെ പിന്നോക്കം നിന്നിരുന്ന ഒരു പറ്റം സ്ത്രീകൾ ഈ ഒരു 11 വർഷത്തെ കാലയളവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ആർജവത്തോടും വളരെ തന്റേടത്തോടും കൂടി സമൂഹത്തിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നാരീശക്തി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇപ്പൊ നമ്മളെ ചൈനയെ പിന്തള്ളി ഇന്ത്യ 1ാമത് എത്തിയിരിക്കുകയാണ്. അപ്പം ആ പോപ്പുലേഷനകത്ത് തന്നെ ഈ സ്ത്രീ സമൂഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏത് പാതിരാത്രിക്കും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ആ ഒരു ധൈര്യം ഇന്ന്
നാരികൾക്ക് ഉണ്ടായത്, അതായത് സ്ത്രീ സമൂഹത്തിന് ഉണ്ടായത് നരേന്ദ്രമോദി എന്ന ആ ഒരു ആരാധ്യനായ മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം തന്നെയാണെന്ന് ഞാൻ പറയും. അതിനു മുൻപ് വരെ സ്ത്രീ സമൂഹത്തിന് ഭയമായിരുന്നു. പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാർ, ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് വരെ. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ 11 വർഷത്തെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലും വികസനം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പർട്ടിക്കുലർ സംസ്ഥാനം മാത്രമായിട്ട് നമ്മൾ നോക്കണ്ട. ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു രീതിയിലും വികസനത്തിന്റെ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയെ വികസനത്തിന്റെ മുന്നോടിയായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് നമുക്കിപ്പം നമ്മുടെ മുന്നില് നരേന്ദ്രമോദിജി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിലും, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസത്തിന് പലതരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല തരത്തിലുള്ള ആനുകൂല്യങ്ങളും, അതുപോലെ അത് നമ്മൾ ജാതി തിരിച്ചിട്ടോ മതം തിരിച്ചിട്ടുള്ള ഇന്ത്യ എന്നാൽ ഒന്നാണ്. ഇന്ത്യ, നമ്മുടെ ഏതൊരു രാഷ്ട്രവും ഉറ്റുനോക്കുന്ന ഇന്ത്യ ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങളെ എല്ലാം ഒന്നായി കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓരോരോ പദ്ധതികളും ഓരോ ഇന്ന ആൾക്കാർക്ക് ഇന്ന ആൾക്കാർക്കല്ല, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കിട്ടണം. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ഇവരുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ പോസ്റ്റൽ സർവീസിൽ പലതരത്തിലുള്ള പദ്ധതികൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികൾ ചേർന്നിട്ടുള്ളൂ. തുച്ഛമായ എമൗണ്ടിൽ ഇപ്രാവശ്യം നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു 18 വയസ്സാവുമ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അതിനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ ആവശ്യമുള്ളതെല്ലാം അവർക്ക് കിട്ടുന്ന പോലെ വിദ്യാഭ്യാസത്തിന് നമ്മൾ മാറ്റിവെക്കുന്നു, റിട്ടയർമെന്റിന് നമ്മൾ മാറ്റിവെക്കുന്നു, കല്യാണത്തിന് നമ്മൾ മാറ്റിവെക്കുന്നു. ഓരോ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കാലഘട്ടത്തെ മോദിജിക്ക് മുമ്പ് മോദിജിക്ക് ശേഷം എന്ന് തന്നെ പറയണമെന്ന് ഞാൻ പറയും. ഇപ്പൊ നമ്മൾക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം നമ്മുടെ 26 പൗരന്മാരുടെ ജീവൻ അപഹരിച്ച സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത്, ആ സമയത്ത് ഈ 26 ആളുകളെ കൊന്നൊടുക്കിയ സമയത്ത് നവവധുക്കളായിട്ടുള്ള അതിൽ വരനെ കൊന്നുകൊണ്ട് ഒരു വധുവിനോട് പറഞ്ഞു, നിന്റെ മോദിജിയോട് പോയിട്ട് പറ എന്ന് പറഞ്ഞു, നിന്റെ സിന്ദൂരം ഞങ്ങൾ മായ്ച്ചിരിക്കുന്നു, പോയി പറ എന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ടും പറഞ്ഞു. നരേന്ദ്രമോദിജി ഇത് കേട്ടു, ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടും അതിനുശേഷം കൊടുക്കേണ്ടത് കൃത്യമായിട്ടും കൊടുത്തു. ഈ കൊടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ എത്രത്തോളമാണ് പാകിസ്ഥാൻ പ്രേമികളായിട്ടുള്ള മലയാളികൾ ഈ ഭാരതത്തെയും ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും ഒക്കെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ ഒരു സ്ത്രീകളെ കൃഷിയിടമായി മാത്രം കാണുന്ന ഒരു സംസ്കാരവാഹകർ അവർ തന്നെയാണ് അതിന് മുൻപന്തിയിൽ നിന്നത് എന്ന് നമ്മൾക്കറിയാം. അവിടെയാണ് നരേന്ദ്രമോദിജിയും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിവരിക്കാൻ വേണ്ടി 2 സ്ത്രീരത്നങ്ങളെ തന്നെയാണ് നിയോഗിച്ചത്. മാത്രമല്ല നമ്മൾക്കറിയാം, ഭാരതത്തിന്റെ പ്രഥമ പൗര എന്ന് പറയുന്ന ദ്രൗപദി മുർമു എന്ന് പറയുന്ന രാഷ്ട്രപതി, അവർ ഏത് ഗോത്രത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, വേടൻ കാടൻ എന്നൊക്കെ വിളിക്കുന്ന കഞ്ചാവടിച്ചും പെണ്ണ് പിടിച്ചും നടക്കുന്ന ഒരുത്തനൊക്കെ ഇവിടെ ഹിന്ദുത്വത്തെയും അതല്ലെങ്കിൽ ജയ് ശ്രീറാമിനെയും നരേന്ദ്രമോദിജി അടക്കമുള്ളവരെയും ഒക്കെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ പറയുന്ന ആ ഒരു സിസ്റ്റത്തെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ കണ്ടുകൊണ്ട് തന്നെ ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതിയായിട്ടുണ്ടെങ്കിൽ ആ നരേന്ദ്രമോദിജിയുടെ ആ ഓടുന്ന നായ്ക്ക് ഒരു മുഴ മുൻപേ എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മൾക്കൊക്കെ മുൻപേ, എത്രയോ മുൻപേ ഇത്ര ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹം, എന്നിട്ടും ഈ കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെയുമാണ്. അപ്പം ഈ സ്ത്രീരത്നത്തെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം 2 സ്ത്രീ ഓഫീസർമാർ വന്നുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾക്ക് അങ്ങേ അടക്കമുള്ള എന്നെ അടക്കമുള്ള ആളുകളെയൊക്കെ കളിയാക്കാനും തെറിവിളിക്കാനും വരുന്ന സ്ത്രീകളെ കൃഷിയിടമായി കണ്ടു നടക്കുന്ന, എന്നാൽ പോക്സോ ക്രിമിനലിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അവരാണ് ഈ പറയുന്ന കൈയില്ലാത്തവനാണ് ചെറുവരിലില്ലാത്തവനെ കുറ്റം പറയുന്നത് എന്ന് പോലെ. ഇവരോട് എന്താണ് മറുപടിയായിട്ട് തീക്ഷ്ണമായിട്ടുള്ള വാക്കുകളിൽ പറയുകയാണെങ്കിൽ അങ്ങ് പറയുക? അതിനെപ്പറ്റി പറയണമെങ്കിൽ നമ്മളൊരു വലിയൊരു പോയിന്റിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു ഘടകത്തിലേക്ക് തന്നെ വരേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് സ്ത്രീ സമൂഹത്തെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു പറ്റം കൂട്ടർ, അങ്ങനെ തന്നെ പറയണം, അടിമകളാക്കി അവരെ കിടപ്പറയിലെ വെറും ഉപകരണങ്ങൾ മാത്രമാക്കി സ്ത്രീ സമൂഹത്തെ കണ്ടിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളോട് തീർച്ചയായിട്ടും അതിൻ്റെതായ ഭാഷയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. പക്ഷെ അത്രയും സംസ്കാര ശൂന്യത എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് എന്റെ മിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സമൂഹം, അതായത് നമ്മുടെ ഭാരതം എന്നും സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടേ ഉള്ളൂ. അതിൽ തന്നെ ഒരു പറ്റം ജനങ്ങള് സ്ത്രീകളെ ഈ പറഞ്ഞ കണക്ക് അടിമയാക്കി വെച്ചിട്ടുണ്ട്. അവര് സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. ഇന്നും അവർക്ക് തലയോ അവരുടെ മുഖമോ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്നു. കാരണം അത് ഞങ്ങളുടെ മതം അങ്ങനെയാണ് പഠിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. അതാണ് അവരുടെ വികസനം, അതാണ്.
നമ്മൾ മുഖം തുറന്ന് കാണിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വികസനം എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പറ്റം ഭാരതീയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണവ്യവസ്ഥയിൽ അത്രത്തോളം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം പെൺപുലികളുണ്ട്. അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരിക തന്നെ ചെയ്യും. പിന്നീട് ഇനിയിപ്പം നമ്മൾ റാപ്പർ വേടന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഭിന്നിപ്പിച്ച് പരിക്കുക അല്ലെങ്കിൽ ജാതി വെറി അല്ലെങ്കിൽ മതവെറി പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിലടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്താ അത്രയ്ക്ക് മണ്ടരാണോ ഇതൊക്കെ പറഞ്ഞ്? ഈ ഒരു പറ്റം ജനങ്ങൾ ഇത്രത്തോളം മണ്ടന്മാരാണോ എന്ന് ഞാൻ ചിന്തിക്കുവാണ്. നിസാരമായ കാര്യങ്ങൾ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ഓക്കെ, എന്തോ ഒരു വലിയ സംഭവമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വിയർപ്പിലൂടെ തന്നെ പണിയെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടമുള്ള കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മുത്ത്, അങ്ങനെ തന്നെ പറയാം. അദ്ദേഹവും പാട്ട് എഴുതിയിട്ടുണ്ട്. മുഖ്യധാരയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഒരുപാട് സോങ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടുന്നുണ്ട്, എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ ജാതി മുൻജാതിയെന്നോ പിൻജാതിയെന്നോ പറയാൻ പാടില്ല. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിരലുകൾ കൊണ്ട് അദ്ദേഹം അത് ചോര നീരാക്കി അദ്ദേഹത്തിന്റെ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ആളുകളെ ഭിന്നിപ്പിച്ച് തമ്മിൽ അടിയുണ്ടാക്കി ഒരു ജാതിപറിയും നടത്തിയിട്ടില്ല. ഇന്നും അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ഒരു വലിയ പ്രോഗ്രാം വരുന്ന കുട്ടികൾ, ഇപ്പോഴത്തെ 2K കിഡ്സ് എന്ന് നമ്മൾ പറയുന്ന പിള്ളേർക്ക് ഇന്നും തുള്ളണമെങ്കിൽ മണിച്ചേട്ടന്റെ പാട്ട് വേണം. ആ മണിച്ചേട്ടന്റെ റാപ്പ് സോങ്ങുകൾ ഇട്ടിട്ടാണ് ഇപ്പോഴും പിള്ളേര് തുള്ളുന്നത്. അപ്പം അത്രയ്ക്കും നല്ല ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നത്. നമ്മൾക്ക് അവരോടൊക്കെ എന്നും ബഹുമാനം തന്നെയാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് വേടൻ എന്ന് പറയുന്ന കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് ആൾക്കാരെ തമ്മിൽ, ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ പിന്നെയും നമുക്ക് പറയാം, ഇന്നത്തെ കാലത്ത് ഈ ജാതി പറഞ്ഞ് ഈ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്ത് ഇതാണ്. ഈ ഇടയ്ക്ക് അഖിൽമാരാര് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാര്യം പേഴ്സണലി അദ്ദേഹത്തോട് വിരോധമോ വിദ്വേഷമോ ആർക്കും കാണാം. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതിലൂടെ ഉന്നമനം വേടന് മാത്രമേ വരുന്നുള്ളൂ, വേറെ ആർക്കും ഇല്ല. വേടൻ ഭിന്നിപ്പിച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭിന്നത വളർത്തി ഉണ്ടാക്കിയ ഈ റാപ്പ് സോങ് കൊണ്ട് ആൾക്കാർ തുള്ളിക്കളിക്കുമ്പം അതിൽ നിന്ന് ഉന്നമനം വേടന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത് പട്ടുമത്തയിൽ കിടന്നുറങ്ങി കഞ്ചാവ് അടിച്ചുകൊണ്ട് പുള്ളി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ദഹിക്കാൻ പറ്റുന്നത്? ഇത് അത്രയ്ക്ക് മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണോ കേരള ജനത? എന്നിട്ട് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുതരം ആൾക്കാർ. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിയാൽ നമ്മുടെ പ്രത്യേക തരത്തിലുള്ള ഒരു മതവിഭാഗത്തിനെ നമ്മൾ സുഖിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ സുഖിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം നിലനിൽപ്പിന്റെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് അവരെ ആ രീതിക്ക് അങ്ങ് വിട്ടാൽ മതി എന്ന് തോന്നുന്നത്. കാരണം ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ സുഖിപ്പിച്ചില്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കും. അത് എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ മിഡിൽ ഈസ്റ്റിലുള്ള കുറെ അധികം ഈ ഞാൻ പറഞ്ഞ മതവിഭാഗത്തിലുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപറ്റം ആളുകൾ വളരെ രൂക്ഷമായ രീതിയിൽ എന്നെ തെറി പറയുകയും അസഭ്യം പറയുകയും നാട്ടിലോട്ട് വന്ന് നിന്നെ കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊന്നും സംഭവിക്കത്തില്ല. സംഭവിച്ചാൽ ഞാനത് ആ രീതിയിൽ നോക്കിക്കോളാം. എങ്കിലും എനിക്ക് വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതത്തിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. മറ്റൊരു മതത്തിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മാത്രം ഈ സമൂഹത്തിൽ ജീവിച്ചാൽ മതി, നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കണ്ട എന്ന് പറയുന്ന ആ ഒരു മനസ്ഥിതി നിങ്ങൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഇവിടെ വിദ്യാഭ്യാസ രീതി ഏറ്റവും ഏർലി മോർണിംഗിൽ എണീറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ കുഞ്ഞു മക്കളുടെ തലച്ചോറിലേക്ക് കയറുന്ന വിദ്യാഭ്യാസമൊക്കെ നമ്മൾക്കറിയാം. നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നേരത്തെ എണീപ്പിച്ച് പഠിക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചാലും ഇന്നത്തെ തലമുറ എണീക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. മൊബൈൽ മാനിയം, അതല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾക്കറിയാം മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞു മക്കൾ 3-4 വയസ്സാവുന്നതിന് മുൻപ് തന്നെ റോഡിലൂടെ നിരന്നു പോകുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. ബ്രഹ്മമുഹൂർത്ത
മുഹൂർത്തത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഗുരുവര്യന്മാരും സന്യാസി വര്യന്മാരും ഒക്കെ ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പം എന്റെ മോൻ പഠിക്കുന്നത് ഗുരുകുലം വിദ്യാനികേതനിലാണ്, മക്കൾ രണ്ടുപേരും പഠിക്കുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഡേ ക്ലാസ്സിന് ഞാൻ പോയ സമയത്ത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് എണീറ്റ് കഴിഞ്ഞാലുള്ള കുട്ടിയുടെ ബുദ്ധി വികാസവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ ആ ഒരു ഗുണം കിട്ടുന്നത് ഇന്ന് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കാണെന്നറിയാം. പക്ഷെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസം എത്രത്തോളമാണ് ഇന്നത്തെ ആയാലും പഴയതായാലും ഇനി വരാനിരിക്കുന്ന തലമുറയായാലും അവരെ ഈ മതത്തിന് അവരെ ഇത്ര കണ്ട് ദുഷ്ടരായി വളർത്തുക, അന്യമതസ്ഥരെ കൊല്ലാനും അതല്ലെങ്കിൽ കൈകാൽ വെട്ടാനും അവരെ വെറുക്കാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ മദ്രസ വിദ്യാഭ്യാസം വേണ്ടതാണോ വേണ്ടതല്ലാത്തതാണോ? തീർച്ചയായിട്ടും നിരോധിക്കേണ്ട തന്നെയാണ്. ഒരു പറ്റം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മതത്തിന്റെ വിദ്വേഷം കുത്തി നിറയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് മദ്രസ സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് പണ്ട് സ്കൂളുകൾ അല്ലെ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നമ്മുടെ സംസ്കൃതം പോലെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പഠിച്ചിരിക്കുമ്പം ഏകാന്തമായ മനസ്സ്, ശാന്തമായ അന്തരീക്ഷത്തിൽ ഏകാന്തമായ മനസ്സ് കൊണ്ട് അവർ ധ്യാനിച്ച് അവരിലെ കുണ്ടലിനി ശക്തി ഉണർത്തും. അല്ലെങ്കിൽ അവരുടെ ഈ നമ്മുടെ തലയുടെ ബാക്കിൽ ഓറ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ഉണർത്തുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പിന്നെ മദ്രസ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അവർക്കാണ് അതിന്റെ ബെനിഫിറ്റ് ഒന്നും. ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന് ഒരു ചര്യയുണ്ട്, അതിനൊരു നിഷ്ഠയുണ്ട്. ആ നിഷ്ഠയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ ഏകാന്തമായ ആ ഒരു മനസ്സ് സ്വസ്ഥമാക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അതിനെ ചെയ്യുന്നത്. പ്രാണായാമ പോലുള്ള ഓരോ കാര്യങ്ങൾ, യോഗയുടെയും സൂര്യ നമസ്കാരത്തിന്റെയും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആചാര്യ അനുഷ്ഠാനങ്ങളിൽ അത് പെരണ്ടയാണ്. നമ്മുടെ കുട്ടികളൊന്നും എല്ലാവരും ഇന്ന് മൊബൈൽ അഡിക്റ്റ് ആയതുകൊണ്ട് ആരും അത് ചെയ്യുന്നില്ല. ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ധ്യാനിച്ചതിന് ശേഷം സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അന്നത്തെ ദിവസത്തേക്ക് വേണ്ടുന്നുള്ള എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ എന്ന് പറയുന്നത് അതൊരു ഹൈ ലെവലിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതി മാറ്റേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷെ അങ്ങീ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ പോയി നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് ഉന്നമനമാണ് വരുന്നത്? അവരെ മതം ഇങ്ങനെ കുത്തിവെച്ച് അവരുടെ തലയിൽ വിഷം കുത്തിവെച്ചിട്ട് വിഷം തുപ്പുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ വാർത്തെടുത്തുകൊണ്ട് വരുന്ന വിദ്യാഭ്യാസ രീതിയോട് തീർച്ചയായിട്ടും എനിക്ക് പുച്ഛം തന്നെയാണ്. അവർക്ക് അതിൽ നിന്നും ഒരു പ്രത്യേകിച്ച് ഒരു വലിയ വളർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്നത്തെ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ആരെയും മറ്റുള്ള അന്യ മതസ്ഥരെ എല്ലാം നിങ്ങൾ വർഗീയ വിദ്വേഷികളായിട്ട് മാത്രം അവരെ കാണുക, നമ്മുടെ ആൾക്കാർ മാത്രം ഇവിടെ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ മതിയെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തെയും ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ പഠനം കൊണ്ട് ആ കുട്ടികൾ ഒരു നല്ല നിലയിലും എത്താൻ പോകുന്നില്ല. സയൻസിൽ വിശ്വസിക്കുക, നിങ്ങൾ സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നെങ്കിൽ അവര് മതത്തെക്കാട്ടിലുപരി സയൻസിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശരി, പിന്നെ സാംസ്കാരികപരമായിട്ടാണെങ്കിലും ശരി, ഈ ഒരു കൊച്ചു രാജ്യം ഇന്ന് ലോക ജനത മുഴുവൻ നോക്കി കാണുന്ന രീതിയിൽ അത്രയും നമ്മുടെ ലോക ഭൂപടത്തിൽ അത്രയും ചെറിയ ഒരു രാജ്യം ഇന്ന് ലോക ജനത അത്രയും ആവേശത്തോടെ നോക്കി നിൽക്കണമെങ്കിൽ അവര് മതത്തെക്കാട്ടിലുപരി സയൻസിനെ വിശ്വസിച്ചത് കൊണ്ടാണ്. ആ സയൻസിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രാജ്യം ഇങ്ങനെ നിലകൊള്ളുന്നത്. ഇപ്പൊ നമുക്കറിയാം എന്റെ നാട് നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയില് നിലമ്പൂര്. പറഞ്ഞോളൂ അഖില, പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം വാങ്ങിച്ചിരിക്കുന്നത് ഇസ്രയേൽ ജനതയാണ്, ജൂത സമൂഹമാണ്. അത് നമ്മൾ ഇത്രയും ചെറിയ ഒരു രാജ്യത്ത് നിന്ന് ഏറ്റവും അധികം നോബൽ സമ്മാനം വാങ്ങിച്ചത് ഈ ചെറിയ ജനതയാണ്. നമ്മളത് കണ്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അല്ലാതെ ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ച് കുട്ടികളെ സയൻസ് പഠിപ്പിക്കാൻ നോക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ നാട് നിലമ്പൂരാണ്. നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഏതൊരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിന്റെ വാർത്തകളൊക്കെ ശ്രവിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റുന്നതാണ്, രണ്ട് കൂട്ടർ തമ്മിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. ഇവിടെ വ്യത്യസ്ത പാർട്ടികൾ ഒരു പോരാട്ടത്തിലുണ്ടെങ്കിൽ പോലും ഇവിടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ആ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. നമ്മൾ ഇസ്ലാമിക ജിഹാദികളെ പ്രീണിപ്പിക്കുക, സുഖിപ്പിക്കുക, അതല്ലെങ്കിൽ എന്റെ ഭാഷയിൽ ഞാനത് തീക്ഷ്ണമായിട്ടാണ് പറയാറ്, ഇവരുടെയൊക്കെ ആസനം നക്കിക്കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ
വർഗീയ പാർട്ടിക്കാർ, അത് ഇടതും വലതുമുണ്ട് ഇവിടെ മാറി മാറി ചെയ്യുന്നത്. അവർ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ഒന്ന് നൂറുകണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്ന PDP എന്ന് പറയുന്ന മറ്റൊരു വർഗീയ പാർട്ടി. ഇവർക്കൊക്കെ വേണ്ടി സുഖിപ്പീര് പാടിക്കൊണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ആ പോരാട്ടം നടക്കുന്ന സമയത്ത് ഏറ്റവും ഇന്നിപ്പോ കൊട്ടിക്കലാശമാണ് ഇവിടെ. ഇന്നത്തോടുകൂടി പ്രചരണം തീരുകയാണ്. 5 മണിക്ക് എല്ലാതും തീരുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അഖിലയ്ക്ക് നിലമ്പൂരിൽ നടക്കുന്ന ഈ പോരാട്ടം ഒരു അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ്. കാരണം ഇവിടെയുള്ള ക്രിസ്ത്യൻ ജനതയ്ക്കും ഇവിടെയുള്ള ഹിന്ദു ജനതയ്ക്കും ഒക്കെ ഒരു ഉദ്ദീപം അതല്ലെങ്കിൽ ആ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അഖില പറയുക? ഹിന്ദു ജനതയും ക്രിസ്ത്യൻ ജനതയും തമ്മിൽ നമ്മൾ പരമ്പരാഗത രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ വിദ്വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവരെപ്പോഴും ഒരു ഐക്യത്തിലൂടെയാണ് പോകുന്നത്, ഒരു സമാന്തര രേഖ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാരാണ് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും കേരളത്തിൽ വില പോകുന്നില്ല. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പം മൊത്തത്തിൽ വോട്ട് രാഷ്ട്രീയമാണ്. തൽപര കക്ഷികളായിട്ടുള്ള കുറെ ആൾക്കാർ വന്നിട്ട് 4 വോട്ടിന് വേണ്ടി എന്ത് നെറികേടും കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ഇന്നത്തെ കൊച്ചു ജനത വളർന്നു വരുന്നത്. കുഞ്ഞുങ്ങളിൽ പോലും ഈ പറയുന്ന വോട്ട് രാഷ്ട്രീയം വരുന്നുണ്ട്. സ്കൂളുകളിൽ പോലും രാഷ്ട്രീയം നമ്മൾ നിരോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയം എപ്പോഴും നല്ലതാണ്, സാംസ്കാരിക വളർച്ചയ്ക്ക് രാഷ്ട്രീയം നല്ലതാണ്, പിള്ളേർക്ക് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു സംസാരിക്കണമെങ്കിൽ രാഷ്ട്രീയം ആവശ്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങ് ഇപ്പൊ പറഞ്ഞ അതേ വാക്കിന് അത് തന്നെ ഞാൻ കടമെടുത്തുകൊണ്ട് പറയട്ടെ, 4 വോട്ടിന് വേണ്ടി ആരുടെ ആസനവും നക്കിത്തുടയ്ക്കാൻ പിന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരെ കണ്ടുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ എന്ത് രാഷ്ട്രീയ ഉന്നമനമാണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട് സത്യത്തിൽ ഒരുതരം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കേരളത്തെ ഇന്ന് ഡെവിൾസ് ഓൺ പീപ്പിൾ ആക്കി കളഞ്ഞത് കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഹിത തന്നെയാണെന്ന് ഞാൻ പറയാം. അതിൽ നമ്മുടെ ആ ഒരു കൊച്ചു കേരളം, ഈ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിച്ചുകൊണ്ടിരുന്ന കേരളത്തിലോട്ട് ഇപ്പം വരാൻ ആൾക്കാർക്ക് ഭയമാണ്. ഈ ഇസ്രയേലിൽ ഇപ്പൊ ഞാൻ 5 വർഷമായിട്ട് നിൽക്കുന്നു. അവരെപ്പോഴും വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ കേരളക്കാരാണല്ലേ, കേരളക്കാരാണോ, ഞങ്ങൾ കൊച്ചിയിലെ ആൾക്കാരാണ്, ഞങ്ങൾ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് എത്ര സന്തോഷകരമായിട്ടാണ് അവര് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങ് വാർത്ത ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടുന്ന് വന്ന കുറച്ച് ആൾക്കാർ ഫോറിനേഴ്സ് ആയിട്ട് നമ്മുടെ നാട് കാണാൻ വന്ന കുറച്ച് പേരെ ചുറ്റി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച. കാരണം ജൂത സമൂഹത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ ചുറ്റി വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ താങ്ങി നിർത്താൻ പുറകിൽ ഒരു രാഷ്ട്രീയ ഭരണകൂടം ഉണ്ടെന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് ആരെയും എന്തും ചെയ്യാം. കാരണം നമ്മുടെ നാട് ഇന്ന് ചില കയ്യാങ്കളിക്കാരുടെ കയ്യിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഇവിടെ ആരെയും കൊല്ലാം, തിന്നാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിനെ എപ്പോഴും കുലംകുത്തികളാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ വരുന്നത്. എനിക്ക് സത്യത്തിൽ ഭയമാണ് തോന്നുന്നത്. ഒരുതരം ഭയത്തെക്കാട്ടിൽ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇന്നത്തെ നാടിന്റെ സമൂഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇനി ജീവിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടകരമായ വസ്തുത ഇതിനകത്തുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയ ആൾക്കാര് അവരുടെ കുടുംബത്തിന് മാത്രം ഉന്നമനം ഉണ്ടാവണ്ടേ, ബാക്കി എല്ലാവരും താഴ്ന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് അഹോരാത്രം പ്രയത്നിക്കണം. നമ്മുടെ സംസ്കാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് തന്നെ പറയുന്നു. അതായത് ഈ തീവ്രവാദ മനോഭാവമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നത്? ഇത് നമ്മുടെയാണ്, ഇത് ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. തീവ്രവാദ മനോഭാവമായിട്ട് നിൽക്കുന്നവരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തോട്ട് പോകണം. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിക്കൂടെ? ഇസ്രയേലിനെ പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഏതൊരു അവസ്ഥയ്ക്ക് എന്തൊരു ദുഃഖകരമായ അവസ്ഥയിൽ നമ്മൾ കണ്ടൊഴിഞ്ഞ് വീടുമ്പോ താങ്ങായിട്ട് നിൽക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ പോലും തെമ്മാടി രാഷ്ട്രമെന്നാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയാണ്, ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. പിന്നീട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇത്രയും നേരം ആ പോയിന്റ് മറന്നില്ല, പറയണമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങള് ഒരുപറ്റം കേരളത്തിലുള്ള ഒരുപറ്റം മലയാളികൾ ഇന്ന് ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം മുതൽ ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് സാലറി ഇവിടുന്ന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു വലിയ രീതിയിലുള്ള ചെലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഫുള്ള് നമുക്ക്
ആ ഒരു രീതിയിൽ നമ്മുടെ സാലറി നമുക്ക് എപ്പോഴും അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ നാടിന് എന്തൊരു അവസ്ഥ, എന്തൊരു മോശം രീതിയിലുള്ള അവസ്ഥ, കാരണം പ്രളയം വന്നപ്പോഴാണെങ്കിലും ശരി, ഏത് രീതിയിലുള്ള ഒരു അവസ്ഥ വന്നാലും ഇവിടുത്തെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ കൈയഴിച്ച് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കടക്കം നമ്മളെ കൊണ്ട് കഴിയുന്ന തുക എല്ലാവരും കൂടെ സമാഹരിച്ച് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപറ്റം കേരളത്തിലെ മലയാളികളായ ജനങ്ങൾ ഇവിടെ വന്ന് അന്നം തരുന്ന നാടാണിത്. ആ നാടിനെ നമ്മൾ എപ്പോഴും ചേർത്ത് തന്നെ നിർത്തും. അപ്പൊ ആ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ മാതൃരാജ്യത്തിലേക്കാണ് ഈ ഫണ്ട് ഒഴുകിയെത്തുന്നത്, അല്ലെ? പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നതിന്റെ ഒരു നേരിയ പങ്കും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് അയക്കുമ്പോൾ ആ ഫാമിലിയിലാണ് ഈ ഫണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി കാണിക്കണ്ട, അറ്റ്ലീസ്റ്റ് പുറംതിരിഞ്ഞ് കുത്താതെങ്കിലും ഇരുന്നൂടെ? അതിനെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വന്നിട്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങയോടാണ് പറയുന്നത്, ഇസ്രയേലിലെ ആൾക്കാരുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളൊരു എന്തെങ്കിലും കേരളത്തിന് ഒരു പ്രശ്നം വരുവാണെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രത്തിൽ കിടന്ന് ജോലി ചെയ്യുന്ന പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം അങ്ങ് കാണിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇത്രയും ഒരുപറ്റം ജനങ്ങൾ ഈ കേരളത്തിന്റെ ഭരണത്തിൽ ഇന്ന് മുൻപന്തിയിൽ ഇരിക്കുന്ന ആൾക്കാരും തന്നെ നമ്മുടെ ഇവിടെ എങ്ങനെയുണ്ട്, ഈ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ ഇവിടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഓക്കെ ആണോ എന്നും ചോദിച്ചു ഒരൊറ്റ മനുഷ്യൻ പോലും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ രാജ്യത്തിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നു എന്തും വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നടക്കുന്നത്. അതാണെങ്കിൽ മാധ്യമ പ്രവർത്തകർ അതിന് ഒന്നിന് ഇരട്ടിയായിട്ട് കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രീണനം നടത്തുന്നുമുണ്ട്. നമ്മൾക്ക് അതായത് എന്നാൽ നമ്മൾ സഹോദരരാണ് അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഒരുപറ്റം ജനങ്ങൾ ഇസ്രായേലിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്, അവരുടെ സാഹചര്യം എങ്ങനെയാണ്, യുദ്ധമുഖത്താണ് അവർ നിൽക്കുന്നത്. അപ്പം അവരുടെ കുടുംബങ്ങൾ, അതായത് അച്ഛൻ അമ്മ അവരുടെ ഭർത്താക്കന്മാരെയും അല്ലെങ്കിൽ ഭാര്യമാരെയും കുഞ്ഞും മക്കളെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതില് നമുക്കൊരു സമ്പദ് വ്യവസ്ഥയിൽ അത്രത്തോളം നമുക്കൊരു ഇത് വരാത്തത് കൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ആ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ പൈസ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് കഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇന്ന ആൾക്കാർ, ഇന്ന മതസ്ഥരുടെ മുഖ്യമന്ത്രിയാണ് ഞാൻ, അല്ലെങ്കിൽ ഇന്ന ജനവിഭാഗത്തിന്റെ മുഖ്യമന്ത്രി എന്നില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിലിരിക്കുന്ന ആർക്കെങ്കിലും വിളിച്ചിട്ട് ഇവിടെ നിന്ന് ക്ഷേമം അന്വേഷിക്കാമായിരുന്നു. നിങ്ങൾക്ക് അവിടെ എങ്ങനെയുണ്ട്, സ്ഥിതിഗതികൾ അവിടെ എങ്ങനെയാണ് പോകുന്നത്, നിങ്ങളൊക്കെ ഓക്കെ ആണോ, യുദ്ധമുഖത്ത് നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും അടിയന്തരമായി നിങ്ങൾക്ക് സഹായം വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു ഒരൊറ്റ ഫോൺ കോളോ ഒരൊറ്റ മെസ്സേജോ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ മുമ്പിൽ പോലും വന്ന് നിന്നിട്ട് അവിടെ ഒരുപറ്റം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും പറയാന് കാണിക്കാത്ത ആൾക്കാരുടെയൊക്കെ ഒന്ന് മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം മിഡിൽ ഈസ്റ്റിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ അഹോരാത്രം ഇരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തള്ളുന്ന കേൾക്കാമല്ലോ. അപ്പൊ എന്താ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് മലയാളികളല്ലേ, ഇവിടുത്തെ പൈസയല്ലേ അങ്ങോട്ട് വരുന്നത്, അപ്പൊ ഇവിടുത്തെ എന്ത് ബാക്കിയുള്ളവരൊക്കെ എന്ത് പുൽക്കൊടികളെന്നോ? അപ്പൊ ഒരു മതവിഭാഗത്തിനെ മാത്രം ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ട് പോകുന്നത് വളരെ ദയനീയകരമായ അവസ്ഥയാണ് കേട്ടോ. ഇതിവിടെ എനിക്ക് പറയണമെന്നുണ്ട്, നമുക്കറിയാം, കാരണം ഇത് എല്ലാ നമ്മൾ തമ്മിൽ മലയാളികൾക്കും വേണ്ടി ഞാൻ സംസാരിക്കൽ പറഞ്ഞതാണ്. തുടങ്ങിയിട്ട് 37 മിനിറ്റായി. ഇപ്പോ ഇവിടെ ജിഹാദികളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ജിഹാദികൾ എറിഞ്ഞു കൊടുക്കുന്ന അമേദ്യ കഷ്ടങ്ങൾ നുണഞ്ഞു ജീവിക്കുന്ന മാധ്യമങ്ങളും ആ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇതാ ഈ പറയുന്ന ഇസ്രായേൽ തകർന്നു എന്നൊക്കെയാണ്. നമുക്ക് നമ്മൾ സംസാരിക്കൽ തുടങ്ങിയിട്ട് 37 മിനിറ്റും 31 സെക്കൻഡുമായി. ഇത്ര നേരമായിട്ട് അങ്ങും ഞാനും തമ്മിലുള്ള ആശയവിനിമയത്തിന് ചെറിയൊരു ഭംഗം പോലും വന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ നെറ്റിന്റെ ആ ഫെസിലിറ്റീസ് ആയാലും മറ്റേതൊരു ഫെസിലിറ്റി ആയാലും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ദൃക്സാക്ഷ്യം തന്നെയാണ് നമ്മുടെ ഈ ലൈവ് തന്നെ. ഇത് ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സാങ്കേതിക വിദ്യകൾക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകളോ എന്തെങ്കിലും നോട്ട് ചെയ്യപ്പെട്ട തകരാറുകൾ കാണുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിട്ടില്ല. ഇലക്ട്രിക്കൽ പരമായിട്ടാണെങ്കിലും വാട്ടർ പരമായിട്ടാണെങ്കിലും ഇനി പറയുന്ന ഡിജിറ്റലിന്റെ എന്തെങ്കിലും വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ കണക്ഷൻ ആയാലും ഇതുവരെ സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഇവിടുത്തെ സാങ്കേതിക വിദ്യകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ബുദ്ധിമുട്ടും നിലവിൽ എന്തായാലും അഖില
ഓക്കെ. എന്തായാലും അഖില ഒരുപാട് വിവരങ്ങൾ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് സംസാരിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇവിടെ ഇസ്ലാമിക ജിഹാദികൾ പ്രചരിപ്പിക്കുന്നതിനെ തകർക്കാൻ നമുക്ക് ഈ ഒരു മാർഗമേ ഉള്ളൂ. ഇവർ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ആ കിതാബിന്റെ കാലത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു കൂട്ടർ. ആ ഒരു കൂട്ടർ പടച്ചിറക്കുന്ന പച്ച നുണകൾ, നമ്മൾക്കറിയാം നുണ ലോകം ചുറ്റി വരുമ്പോഴേക്കും ചെരുപ്പിട്ടിട്ടേ ഉണ്ടാവുള്ളൂ സത്യം എന്നുള്ളത് അറിയാം. അത്തരത്തിൽ നുണ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് ഇവിടുത്തെ മാധ്യമങ്ങളെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു. പക്ഷേ സത്യം ഇതാ ചെരുപ്പൊക്കെ ഇട്ട് കൃത്യമായിട്ടുള്ള ഭാവത്തോടു കൂടി തന്നെ രൗദ്രത പൂണ്ടുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ രൗദ്രതയുടെ പേരാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന അഖില എന്നുള്ള നമ്മുടെ സ്വന്തം സഹോദരി, കൊല്ലം കരുനാഗപ്പള്ളിക്കാരിയാണ് നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള അഖില. അഖില സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് നിർലോഭം ശക്തമായിട്ട് തന്നെ പോവട്ടെ. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് പിന്തുണയുണ്ട്. ആരും നമ്മളെ തൊടാൻ വരില്ല. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് RSS എന്ന് പറയുന്ന നമ്മുടെ മാതൃ സംഘടനയുടെ ശക്തനായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്രമോദിജി ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ 1 നിന്നും 2 നിന്നും സീറ്റുകളിൽ നിന്നൊക്കെ ഇത്ര കണ്ട് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അപമാനത്തിൽ നിന്നും അപമാനത്തിന്റെ പടുകുഴിയിൽ നിന്നും ഇറങ്ങി കയറി വന്നുകൊണ്ട് ഇവിടെ ഭരണം കൈയാളുന്നുണ്ടെങ്കിൽ, ഇന്ന് ലോക നേതാവായി നരേന്ദ്രമോദിജി വാഴുന്നുണ്ടെങ്കിൽ, ജിഹാദികളെ നിങ്ങളുടെ കഥ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സിനിമാ ഡയലോഗ് പോലെ തന്നെ കോശി നിന്റെ കാര്യം കട്ടപ്പുക തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ ജിഹാദികളെ നിങ്ങളുടെ കാര്യം കട്ടപ്പുക തന്നെയാണ്. എന്തായാലും നമ്മുടെ മാന്യപ്രേക്ഷകരോട് ഇത്രയും നേരം ഇസ്രായേലിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ നമ്മിലേക്ക് പാസ് ചെയ്യുന്ന, മാത്രമല്ല അവരുടെ പ്രൊഫൈൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അഖില? യൂട്യൂബ് ഉണ്ടോ ചാനൽ? ഞാൻ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഇല്ല. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അഖില അങ്ങനെ വരുന്ന പേരെങ്ങനെയാണ്? അഖില ഇസ്ലാൽ. അഖില ഇസ്ലാലോ എന്താണ്? അഖില ഇസ്ലാൽ. എന്റെ അച്ഛന്റെ പേര് സുനിൽലാൽ എന്നാണ്, അതുകൊണ്ട് അഖില ഇസ്ലാൽ. ഓ ഓക്കെ. സുനിൽലാലിന്റെ ഷോർട്ട് എസ്ലാൽ. ഓക്കെ. അഖില എസ്ലാൽ എന്ന് ഫേസ്ബുക്കിലായാലും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ആയാലും ചെക്ക് ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഞാൻ അങ്ങനെയാണ് അഖിലയുടെ പ്രൊഫൈൽ കണ്ടുപിടിച്ചത്. അഖിലയുടെ നമ്പർ കളക്ട് ചെയ്തതും ചാനലിൽ കൊണ്ടുവന്നതും. എന്തായാലും ഒരുപാട് നന്ദി അഖില. ഇനി മറ്റൊട്ടേറെ സമയങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ സമയത്തിനനുസരിച്ച് വന്ന് മാന്യ പ്രേക്ഷകരോട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങയുടെ പ്രൊഫൈലിലൂടെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഇടാം. അപ്പോൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകൂ. ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനം തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദര സുഹൃത്ത് രാജ്യത്ത് ജോലി ചെയ്യുന്ന നിങ്ങളൊക്കെ എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയുകയാണ്. ഇനി മറ്റൊരു സെഷനിലുമായിട്ട് നമുക്ക് പിന്നീട് വരാം. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. ജയ് ശ്രീറാം.